आप सबका स्वागत है। आज हम +1 कक्षा की हिंदी पाठ्य पुस्तक का पहला यूनिट का 14 पाठ जुलूस नामक नाट्य रूपांतर का अध्ययन करने जा रहे हैं। इसके पहले एक बात है कि यदि आप यह चैनल अब तक सब्सक्राइब न करते तो कृपया सब्सक्राइब करें और बेल आइकन भी क्लिक करें। इससे आपको मैं वीडियो अपलोड करते समय इसका नोटिफिकेशन मिलेंगे। ओके, चले शुरू करें हमारी क्लास। जुलूस यह एक नाट्य रूपांतर है। चित्रा मुदगल द्वारा लिखित नाट्य रूपांतर है जुलूस। सच में यह एक कहानी है। हिंदी के उपन्यास सम्राट या कहानी सम्राट के रूप में प्रसिद्ध प्रेमचंद जी की एक लघु कथा है जुलूस। देखिए, कहानी सम्राट प्रेमचंद की कहानी का चित्रा मुदगल का नाट्य रूपांतर है जुलूस. കഥാസമ്രാട്ടായ പ്രേംചന്ദിൻ്റെ കഥയുടെ ചിത്രാമുതുകലിൻ്റെ നാടകാവിഷ്കാരമാണ് ജുലൂസ്. അതായത് പ്രേംചന്ദിൻ്റെ രചനയാണ് ജുലൂസ് എന്ന് പറയുന്നത്. അതൊരു കഥയാണ്. ആ കഥയെ നാടകാവിഷ്കാരമാക്കി അല്ലെങ്കിൽ നാടകവത്കരിച്ചതാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ജുലൂസ് എന്നുള്ളത്. ഹിന്ദി കഥാസാഹിത്യ के सर्वश्रेष्ठ कथाकार है പ്രേംചന്ദ്. ഹിന്ദി കഥാസാഹിത്യത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു കഥാകൃത്താണ് പ്രേംചന്ദ്. कल्पना की उड़ान भरती कहानी को सच्चाई के धरातल पर ला खड़ा करके प्रेमचंद ने साधारण जनता की पीड़ा को वाणी दी. സാങ്കല്പികതയിൽ പറന്നു നടന്ന കഥകളെ സത്യത്തിൻ്റെ അല്ലെ യാഥാർത്ഥ്യത്തിൻ്റെ ഉപരിതലത്തിലേക്ക് കൊണ്ടെത്തിച്ച പ്രേംചന്ദ് സാധാരണ ജനങ്ങളുടെ വേദനയാണ് തൻ്റെ രചനകളിലൂടെ എഴുതിയത്. അതായത് സാങ്കല്പികത അല്ലെങ്കിൽ ഇമാജിനേഷൻ മാത്രം അല്ലെ ഇമാജിൻ ചെയ്തുകൊണ്ട് ഒരു കഥ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ കഥ നിർമ്മിച്ചുകൊണ്ടിരുന്ന എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് പ്രേംചന്ദ് തൻ്റെ ജീവിതത്തിലെ അല്ലെങ്കിൽ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളെയൊക്കെ എടുത്തുകൊണ്ട് യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരികയാണ് കഥകളെ ചെയ്തത്. കഥകളുടെ കണ്ടന്റൊക്കെ യാഥാർത്ഥ്യവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വന്നു. ജുലൂസ് കഹാനി ദേശപ്രേമക്കോ മുഖരിത് കർത്തി ഹെ. ജുലൂസ് എന്ന് പറയുന്ന കഥ ദേശപ്രേമം നിറഞ്ഞതാണ്, രാജ്യസ്നേഹം നിറഞ്ഞതാണ്. നമുക്കറിയാം, ഇന്ത്യ ഒരുപാട് സമരങ്ങളിലൂടെയും ഒരുപാട് പേരുടെ രക്തസാക്ഷിത്വത്തിലൂടെയും ഒക്കെ 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം നേടിയത്. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ അനേകം ദേശഭക്തരായ ഇന്ത്യക്കാർ തങ്ങളുടെ ജീവൻ ബലി നൽകിയതിലൂടെയും ഒരുപാട് സ്വാതന്ത്ര്യ സമരങ്ങൾ സംഘടിപ്പിച്ചതിലൂടെയും ഒക്കെയാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ദേശപ്രേമവുമായി ബന്ധപ്പെട്ട ഒരു രചനയാണ് ജുലൂസ്. ചിത്രാ മുതുകൽ ने പ്രസ്തുത കഹാനി കാ നാട്യ രൂപാന്തർ കിയാ ഹെ. ചിത്രാ മുതുകൽ ഈ ഒരു കഥ എന്ത് ചെയ്തു? നാടക രൂപത്തിൽ എഴുതി അല്ലെങ്കിൽ നാടകവത്കരിച്ചു. ലേഖികാനെ കഹാനിക്കോ ദൃശ്യോമേ ബാണ്ടാ ഹെ. ലേഖിക ഈ കഥയെ ദൃശ്യങ്ങളായിട്ട് തിരിച്ചു. അവർ ഉനോനെ സംവാദക്കെ ദ്വാര അതിനെ സംവാദക്കെ ദ്വാര, സംവാദം എന്ന് പറഞ്ഞാൽ എന്താ? സംസാരം, കോൺവെർസേഷൻ. ഇപ്പോൾ കോൺവെർസേഷനിലൂടെ കഹാനിക്ക് സാത്ത് ന്യായ് കിയാ ഹെ, കഥയോട് നീതി പുലർത്തിയിട്ടുണ്ട്. അതായത് കഥയ്ക്ക് കോട്ടം വരുത്താതെ, കഥയുടെ കണ്ടന്റിന് വ്യത്യാസം വരുത്താതെ കോൺവെർസേഷനിലൂടെ ഒരുപാട് ദൃശ്യങ്ങളിലൂടെ ഈ ഒരു കഥയെ നാടകവൽക്കരിക്കുകയാണ് നമ്മുടെ ലേഖിക ചെയ്തിരിക്കുന്നത്. इस कहानी के नाट्य रूपांतर के पीछे एक आकस्मिक घटना भी है. ഈ ഒരു കഥയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു കഥയെ നാടകവത്കരിച്ചതിൻ്റെ പുറകിൽ ഒരു കഥ കൂടിയുണ്ട്, ഒരു സംഭവമുണ്ട്. അതായത് അതിതാണ്, 2005 ഇന്ത്യ പ്രേംചന്ദിൻ്റെ 125 ജയന്തി ആഘോഷിക്കുന്ന സമയത്ത് നമ്മളെ ചിത്രാ മുതുകലിലെ ഒരു സ്കൂൾ വാർഷികോത്സവത്തിൽ മുഖ്യാതിഥിയായി വിളിക്കപ്പെടുകയും അവിടുത്തെ വാർഷികോത്സവത്തിൽ പ്രേംചന്ദ് സാഹിത്യവുമായി ബന്ധപ്പെട്ട പല കലാപരിപാടികൾ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഒരു നാടകം അവതരിപ്പിച്ചില്ല. അപ്പോൾ ഒരു നാടകം അവതരിപ്പിക്കുന്നതിൻ്റെ കുറവ് നമ്മളെ ചിത്രാ മുതുകലിന് അതൊരു കുറവായിട്ട് തോന്നുകയും
അതിനെക്കുറിച്ച് സ്കൂൾ പ്രിൻസിപ്പലിനോട് സംസാരിച്ചപ്പോൾ കുട്ടികൾക്ക് അഭിനയിക്കാൻ പറ്റിയ രീതിയിലുള്ള പ്രേംചന്ദിൻ്റെ നാടകരൂപങ്ങൾ ലഭ്യമല്ല എന്ന് പറയുകയും ചെയ്തു. ഇത് മനസ്സിലാക്കിയ ചിത്രാജി പ്രേംചന്ദിൻ്റെ കുറച്ച് കഥകളുടെ നാടകരൂപങ്ങൾ രചിക്കുവാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ പ്രേംചന്ദിൻ്റെ കുറച്ച് ചെറുകഥകളെ ചിത്രാജി എന്ത് ചെയ്തു? നാടകരൂപത്തിലാക്കുകയാണ് ചെയ്തത്. അതിൽ ഏറ്റവും മനോഹരമായ ശ്രദ്ധേയമായ ഒരു നാടകാവിഷ്കാരമാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ജുലൂസ് എന്ന് പറയുന്നത്. देखिए पहले चित्रा मुदगल के बारे में. चित्रा मुदगल जन्म 10 दिसंबर 1944 को तमिलनाडु के चेन्नई में हुआ. ചിത്രാ മുതുകൽ ജനിച്ചത് 1944 ഡിസംബർ 10 തമിഴ്നാട്ടിലെ ചെന്നൈ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവരുടെ പ്രമുഖ രചനകൾ ഉപന്യാസ്, ഗിൽഗഡു, ആവാം, ഏക് ജമീൻ അപ്പനി, കഹാനി സംഗ്രഹ്, കഥാസമാഹാരങ്ങൾ, ഭൂക്ക്, ലബടേം, മാമല ആകെ ബഡേഗ അഭി, പെൻഡിങ് അക്കേലി ഹെ, നാട്യരൂപാന്തർ, പഞ്ചപരമേശ്വർ, ബൂട്ടി കാക്കി, സദ്ഗതി, ജുലൂസ്. പുരസ്കാർ, അവർക്ക് ലഭിച്ച പുരസ്കാരങ്ങൾ ഇന്ദു ശർമ്മ കഥാസമ്മാൻ, ഉത്തർപ്രദേശ് സാഹിത്യഭൂഷൺ, കെ ബിട്ല ഫൗണ്ടേഷൻ കാ വ്യാസ സമ്മാൻ. വിശേഷതായും ചിത്രാ മുതുകൽ കി വിശേഷതായും അവരുടെ പ്രത്യേകതകൾ ബഹുമുഖി സാഹിത്യക പ്രതിഭ. ബഹുമുഖി സാഹിത്യക പ്രതിഭയാണ്. അതായത് ഒരുപാട് വിധങ്ങളിൽ അവർ രചനകൾ നടത്തിയിട്ടുണ്ട്. കഥ, കവിത, നാടക. സ്ത്രീ പുരുഷ സമഭാവന പർ ബൽ. സ്ത്രീ പുരുഷ സമഭാവനയ്ക്ക് ഊന്നൽ നൽകുന്ന വ്യക്തി. പുരുഷനും സ്ത്രീക്കും ഒരേ അവകാശമാണ് എന്ന രീതിയിൽ ഊന്നൽ നൽകുന്ന വ്യക്തിയാണ് ചിത്രാ മുതുകൽ. നാരി ഉത്പീഡനക്ക് പ്രതി വിരോധ്. സ്ത്രീ പീഡനത്തിനെതിരെ എതിർക്കുന്ന വ്യക്തി കൂടിയാണ് ചിത്രാ മുതുകൽ. ദേൻ ചിത്രാ മുതുകലിൻ്റെ സംഭാവനകൾ ഉപേക്ഷിത ഏവം ഉത്പീഡിത ഭാരതീയ നാരിക്ക് ലിയെ സമർപ്പിത സാഹിത്യ ഹെ. അതായത് ഉപേക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ ഒരുപാട് വേദന അനുഭവിക്കുന്ന ഇന്ത്യൻ സ്ത്രീകൾക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട സാഹിത്യമാണ്. അവർക്ക് വേണ്ടിയാണ് കൂടുതലും രചനകൾ ചിത്രാ മുതുകൽ നടത്തുന്നത്. സംപ്രദഹി അവർ ഇപ്പോൾ വിഭിന്ന നാരി സംഘം കി സഞ്ചാലിക ഹെ. പലതരം സ്ത്രീ സംഘടനകളുടെ ഡയറക്ടർ കൂടിയാണ് ചിത്രാ മുതുകൽ. ഇമെയിൽ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. mail@chitramudugal.info എന്നാണ് ചിത്രാ മുതുകലിൻ്റെ ഇമെയിൽ. ഇത് ചിത്രാ മുതുകലിൻ്റെ ഒരു ജീവൻ വൃത്താണ്. നമുക്കറിയാം നമ്മളുടെ പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ഉള്ളത് ജീവൻ വൃത്ത് പഠിക്കർ ചിത്രാ മുതുകൽ കെ ബാരേമേയും ഏക് അനുച്ഛേദ ലിഖിയെ എന്നൊരു ക്വസ്റ്റ്യൻ വരാം. അതായത് ജീവൻ വൃത്ത് വായിച്ചിട്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തി ചിത്രാ മുതുകലിനെ കുറിച്ചൊരു പാരഗ്രാഫ് എഴുതുക, അല്ലെങ്കിൽ ജീവനീക്ക് രൂപമേ ലിഖിയെ, ജീവനിയുടെ രൂപത്തിൽ എഴുതുക എന്ന് ചോദിക്കാം. നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഈ തന്നിരിക്കുന്ന പോയിൻറ്റ്സിനെ വെച്ച് ഇതിനെ സെൻറ്റൻസ് ആക്കി ഒരു പാരഗ്രാഫായിട്ട് എഴുതുക എന്നുള്ളതാണ്. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് ഈ ചിത്രാ മുതുകലിൻ്റെ ഈ ജീവൻ വൃത്ത് എടുത്തിട്ട് ഇതിനൊരു പാരഗ്രാഫാക്കി നോട്ട് ബുക്കിൽ എഴുതണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിൻ്റെ മോഡലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, എങ്ങനെ എഴുതണം എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ ശരി, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. देखिए ജുലൂസ്. ജുലൂസ് കാ അർത്ഥ ഹേ ജാഥ, ഘോഷയാത്ര എന്നിങ്ങനെയൊക്കെയാണ്. നമുക്കിവിടെ ജാഥ എന്നാണ് അർത്ഥം വരുന്നത്. देखिए നേപഥ്യമേം സ്വരാജ്യവും കാ ജുലൂസ് ആ രഹാ ഹേ. നമുക്കറിയാം ഇതൊരു നാടക രൂപത്തിൽ എഴുതിയതാണ്. അപ്പം നാടകം അവതരിപ്പിക്കുമ്പോൾ സ്റ്റേജിൽ അവതരിപ്പിക്കാത്ത അനൗൺസ്മെൻ്റൊക്കെ നമ്മൾ ബ്രാക്കറ്റിൽ കൊടുക്കും, അല്ലെങ്കിൽ അവിടെ വരുന്ന ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ബ്രാക്കറ്റിലാണ് എഴുതുന്നത്. മനസ്സിലാവുമല്ലോ? നോക്കിയോ, നേപഥ്യമേയും സ്വരാജ്യവും കാ ജുലൂസ് ആ രഹാ ഹേ. നേപഥ്യ എന്ന് പറഞ്ഞാൽ അണിയറ. അണിയറയിൽ സ്വരാജ്യവും കാ ജുലൂസ് ആ രഹാ ഹേ. സ്വരാജികളുടെ അല്ലെങ്കിൽ നമ്മളുടെ ദേശസ്നേഹികളുടെ ജുലൂസ് വന്നുകൊണ്ടിരിക്കുന്നു. ജുലൂസ് ജാഥ. ലോഗ് അംഗ്രേസോങ്കെ ഖിലാഫ് നാരെ ലഗാ രഹേ ഹൈ. ലോഗ് ആളുകൾ, അംഗ്രേസോങ്കെ ഖിലാഫ്, അംഗ്രേസ് ഇംഗ്ലീഷുകാർ, ഇംഗ്ലീഷുകാരുടെ ഖിലാഫ് എതിരെ, ഇംഗ്ലീഷുകാർക്കെതിരെ നാരെ ലഗാ രഹേ ഹേ. നാരെ മുദ്രാവാക്യം, മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടിരിക്കുന്നു. അവർ ഭാരത് മാതാ കി ജയ് ജയ്കാർ കർ രഹേ ഹൈ. ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നമ്മളുടെ നാടകം തുടങ്ങുകയാണ്. തുടങ്ങുന്നതിന് മുന്നേ ജുലൂസ് വരുന്ന കാര്യം പറയുന്നുണ്ട്.
ഇംഗ്ലീഷുകാർക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന കാര്യം പറയുന്നുണ്ട്. ഭാരത് മാതാ കി ജയ് മുഴക്കുന്ന കാര്യം പറയുന്നുണ്ട്. देखिए अंग्रेजो भारत छोड़ो, अंग्रेजो भारत छोड़ो, ജയ് ഭാരത് മാതാ. ഇംഗ്ലീഷുകാരെ ഇന്ത്യ വിടൂ, കിറ്റ് ഇന്ത്യ. ഇംഗ്ലീഷുകാരെ നിങ്ങൾ ഇന്ത്യ വിട്ടു പോകൂ, ഇന്ത്യ ഭാരത് മാതാ കി ജയ് എന്നാ പറയുന്നത്. देखिए सड़क से लगे बाजार में दुकानदार बहस कर रहे हैं. സടക്ക് റോഡ്, സടക്ക് സേ ലഗെ ബാസാർ മേ റോഡിനോട് ചേർന്ന മാർക്കറ്റില് ദുക്കാൻദാർ അതായത് കടക്കാർ ബഹസ് കർ രഹേ ഹൈം അവർ തമ്മിൽ ചർച്ച നടത്തുന്നു, അല്ലെങ്കിൽ അവർ തമ്മിൽ വാദപ്രതിവാദം നടത്തുന്നു. देखिए शंभुनाथ, एक दुकानदार का नाम है शंभुनाथ. നാരോങ്കോ സുൻകർ വ്യംഗ്യസെ, നാരോ എന്ന് പറഞ്ഞാൽ മുദ്രാവാക്യം, മുദ്രാവാക്യങ്ങൾ സുൻകർ കേട്ടിട്ട്, വ്യംഗ്യസെ വളരെ പരിഹാസത്തോടെ. देख रहे हैं ना दीनदयाल जी, सबके सब काल के मुंह में जा रहे हैं. देख रहे हैं ना दीनदयाल जी, നോക്കേ ദീൻദയാൽ ജി, സബ്കെ സബ് കാൽ കെ മുഹ് മേ ജാ രഹേ ഹെ, എല്ലാവരും കാലന്റെ വായിലേക്കാണ് ജാ രഹേ ഹെ പോകുന്നത്, എല്ലാവരും കാലന്റെ വായിലോട്ടാ കയറി പോന്നേ. ജുലൂസ് പോകുന്നത് കണ്ടിട്ട്, അല്ലെങ്കിൽ ജാഥ പോകുന്നത് കണ്ടിട്ട് അതിൽ പോകുന്ന ആളുകളെയൊക്കെ പരിഹസിച്ചുകൊണ്ട് ശംഭുനാഥ് എന്ന് പറയുന്ന കച്ചവടക്കാരൻ പറയുകയാണ്, കണ്ടോ ദീൻദയാൽ ജി, ദീൻദയാൽ എന്ന് പറഞ്ഞ വ്യക്തിയോട് പറയുകയാണ്, ഇത് കാലന്റെ വായിലേക്കാ പോകുന്നേ. സ്വരാജ് ലാനെ ചലേ ഹെ, സ്വരാജ്യം കെട്ടിപ്പടുക്കാനായിട്ട് നടക്കുക. ആകെ പുലീസ് സവാരോങ്ക ദൽ ഖടാ ഹുവാ ഹെ, മുന്നില് പുലീസ് സവാരോങ്ക അതായത് പോലീസുകാരുടെ ദള് ഒരു കൂട്ടം തന്നെ ഖടാ ഹുവാ ഹെ നിൽപ്പുണ്ട്. മാർക്കർ ഭഗാദേഗ, അടിച്ചോടിക്കത്തതേ ഉള്ളൂ. ഒരുപാട് പോലീസുകാർ അവിടെ കൂട്ടം കൂടി നിൽപ്പുണ്ട് ഫ്രണ്ടില്, ഇവരെല്ലാം കാലന്റെ വായിലേക്കാ പോകുന്നത്, അവരടിച്ചോടിക്കത്തതേ ഉള്ളൂ എന്ന് ശംഭുനാഥ് പരിഹാസത്തോടെ ദീൻദയാൽജിയോട് പറയുന്നു. അതായത് दूसरा दुकानदार है दीनदयाल. दीनदयाल कहते हैं महात्मा जी भी सड़िया गए हैं शंभुनाथ भैया, മഹാത്മജി പോലും വയസ്സായി പോയിരിക്കുന്നു ശംഭുനാഥ് ഭയ്യ. ജുലൂസ് നികാൽനെ സേ സ്വരാജ് മിൽ ജാത്താ തോ കബ് കാ മിൽ ഗയാ ഹോത്താ, ജാഥ നയിച്ച് സ്വരാജ്യം ലഭിക്കുമായിരുന്നെങ്കിൽ അത് എപ്പോഴേ ലഭിക്കേണ്ടതായിരുന്നു. ഇതിന്റെ അർത്ഥം എന്താ? നമ്മൾ ഒരുപാട് ജാഥകൾ നയിച്ചിട്ടുണ്ട് എന്നർത്ഥം. അപ്പോൾ ജാഥ നയിച്ച് സ്വരാജ്യം ലഭിക്കുമായിരുന്നെങ്കിൽ എപ്പോഴേ കിട്ടേണ്ടതാ. തനിക്ക് ദേക്കോത്തോ, ഒന്ന് ശ്രദ്ധിച്ച് നോക്കേ. ജുലൂസ് മേ ഹെ കോൻ, ജുലൂസില് ആരാന്നുള്ളത് നോക്കേ. ലൗഡേ ലഫംഗെ സിർഫിരെ, ലൗഡേ ലഫംഗെ എന്ന് പറഞ്ഞാല് നമ്മൾ ഈ പോക്കിരി പിള്ളാർ അല്ലെങ്കിൽ കുസൃതി കാണിച്ചടക്കുന്ന പിള്ളേർ എന്നൊക്കെ പറയത്തില്ലേ, അതാണ് ലൗഡേ ലഫംഗെ സിർഫിരെ, തലതിരിഞ്ഞവന്മാർ എന്നൊക്കെ പറയത്തില്ലേ. അതായത് നമ്മളുടെ സമൂഹത്തിൽ ഒന്നിനും കൊള്ളാത്ത കുറെ ആളുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് അവന്മാർ. ഷഹർ കാ കോയ് ബഡ ആത്മീ ദിഖ് രഹാ, നഗരത്തിലെ ഏതെങ്കിലും വലിയ മനുഷ്യനുണ്ടോ? വലിയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നല്ല രീതിയിൽ ജീവിക്കുന്ന നല്ല വ്യക്തി ആരെങ്കിലും ഉണ്ടോ? तो फिर हमें क्या पड़ी है, अपनी दुकान बंद कर जुलूस में आए. പിന്നെ നമ്മൾ എന്തോ ചെയ്യണം? अपनी दुकान बंद कर, നമ്മൾ നമ്മളുടെ കടയൊക്കെ അടച്ചിട്ട് ജുലൂസ് മേ ആയേ, ഈ ജാഥയ്ക്ക് പോണോ എന്ന് ആര് ചോദിക്കുന്നു? ദീൻദയാൽ. बाजार में चप्पलें बेच रहा मैक्यू उन दोनों की बातें सुन ठठाकर हंस पड़ता है. ബാസാർ മെയിൻ ചപ്പലയും ബേച്ച് രഹ, ആ മാർക്കറ്റില് ചെരുപ്പ് വിൽക്കുന്ന മൈക്യു എന്ന് പറയുന്ന കച്ചവടക്കാരൻ, ഉൻ ദോനോങ്കി ബാത്തേൻ സുൻ, ഇവർ രണ്ടുപേരുടെയും സംസാരം സുൻ കേട്ടിട്ട്, ടടാക്കർ ഹസ്പട്ടാഹെ അട്ടഹസിച്ചു ചിരിക്കുന്നു. ശംഭുനാഥ് ഇത് കേട്ടിട്ട്, ചിഡ്കർ തു അപ്പനി ചട്ടിയാം അവർ ചപ്പലയും ബേച്ച് മൈക്യു ടിടയാ കാഹെ രഹ, നീ നിന്റെ ചട്ടിയാം അവർ ചപ്പലയും മെതിയടിയും ചെരുപ്പുമൊക്കെ ബേശ് മൈക്കു വിക്കും മൈക്കു ടിടയാ കാഹിര, എന്തിനായിരുന്നു ചിരിക്കുന്നേ? ലക്താഹേ ആജ് ബിക്രി അച്ചി ഹോഗി, തോന്നല്ലോ ആജ് ഇന്ന് നിന്റെ കച്ചവടം, ബിക്രി എന്ന് പറഞ്ഞാൽ കച്ചവടം അച്ചി ഹോഗി നല്ലതായെന്ന്, നിന്റെ കച്ചവടം ഇന്ന് വളരെ നല്ലതായിരുന്നു എന്ന് തോന്നല്ലോ നിന്റെ ചിരി കണ്ടിട്ട്. മൈക്കുനെ ജവാബ് ദിയ ബിക്രി ഛോടോ ശംഭു ഭയ്യ. മൈക്കു മറുപടി നൽകിയത് എന്താ? അതായത് കച്ചവടത്തെ കുറിച്ചൊക്കെ അതിനെക്കുറിച്ചൊക്കെ കളയൂ ശംഭു ഭയ്യ.
ഹസ് രഹാഹും തുമാരി ബാത് പേ, നിങ്ങളുടെ ബാത് പേ, അതായത് നിങ്ങളുടെ സംസാരം കേട്ടിട്ടാണ് ഹസ് രഹാഹും, ഞാൻ ചിരിച്ചത്. ശംഭുനാഥ് കിസ് ബാത് പേ, എന്ത് കാര്യം കേട്ടിട്ടാ? മൈക്കു അരേ ബഡേ ആദ്മി കാഹേ ജുലൂസ് മേ ആനേ ലഗേ, ബഡേ ആദ്മി കൈസേ ജുലൂസ് മേ ആനേ ലഗേ എന്നർത്ഥം. അതായത് വലിയ ആൾക്കാർ എന്തിനാണ് ജാഥയിൽ വരുന്നേ? അംഗ്രേസി രാജ്യമേം, ഈ ഇംഗ്ലീഷ് രാജ്യത്ത്, മീൻസ് ബ്രിട്ടീഷുകാരാണ് ഭരിക്കുന്നത്, അതുകൊണ്ട് ഈ ഇംഗ്ലീഷ് രാജ്യത്ത് ഉനെ കോൻ കമി, അവർക്ക് ആർക്കാണ് കുറവ്, അവർക്ക് എന്ത് കുറവാണ് ഉള്ളത്? ടാട്ട് സേ ബംഗളവും അവർ മഹലോമേ രഹത്തെ ഹേ, ടാട്ട് എന്ന് പറഞ്ഞാൽ സുരക്ഷ എന്നർത്ഥം. സുരക്ഷയോടെ ബംഗളവും വീടുകളിലും, അവർ മഹലോമേ രഹത്തെ ഹേ കൊട്ടാരങ്ങളിലൊക്കെ താമസിക്കുന്നു. മോട്ടറോമേ ഘൂമത്തെ ഹൈം, അതായത് മോട്ടോർ വാഹനങ്ങളിൽ ചുറ്റി സഞ്ചരിക്കുന്നു. മർത്തോ ഹം ലോഗ് രഹേ, അടികൊള്ളാൻ നമ്മളെ പോലുള്ള ആൾക്കാരുണ്ടല്ലോ. ജിൻകി റൊട്ടിയോങ്ക ടിക്കാന നഹീം, അതായത് റൊട്ടി എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഉദ്ദേശിക്കുന്നത്, ഭക്ഷണത്തിനുള്ള ടിക്കാന നഹീം, വഴിയില്ലാത്തവർ. അതായത് സുഖിക്കുവാൻ അവർ, വലിയ വലിയ ആൾക്കാർ, ഈ സമൂഹത്തിലെ വലിയ ആൾക്കാരൊക്കെ എന്താ, ഈ ഇംഗ്ലീഷ് രാജ്യത്ത് അവർക്ക് എന്ത് കുറവാ ഉള്ളത്? എല്ലാ സുരക്ഷയോടും കൂടി വീടുകളിൽ താമസിക്കുകയും മോട്ടോർ വാഹനങ്ങളിൽ ചുറ്റി സഞ്ചരിക്കുകയും ചെയ്യുന്നു. അടികൊള്ളാൻ നമ്മൾ, അതായത് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത നമ്മളാണ് അടികൊള്ളേണ്ടത് എന്ന് മൈക്കു പറയുന്നു. ശംഭുനാഥ് കടാക്ഷസേ, അതായത് തിരിഞ്ഞിട്ട്, തും യഹ് സബ് ബാത്തേ ക്യാ സമझोगे മൈക്കു, ജിസ് കാം മേ ചാർ ബഡേ ആദ്മി അഗുവാ ഹോത്തെ ഹേ സർക്കാർ പർ ഭി ഉസ്കി ദാഗ് ബൈഠ് ജാത്തി ഹേ. അതായത് തും യഹ് സബ് ബാത്തേ ക്യാ സമझोगे മൈക്കു, നീ എല്ലാ കാര്യവും എന്താ മനസ്സിലാക്കിയിരിക്കുന്നേ മൈക്കു? ജിസ് കാം മേ ചാർ ബഡേ ആദ്മി അഗുവാ ഹോത്തെ ഹേ, ഏതൊരു ജോലിക്ക് ഒരു 4-5 പേര് വലിയ നേതാക്കന്മാരായിട്ട്, അഗുവ എന്ന് പറഞ്ഞാൽ നേതാവ് എന്നർത്ഥം, അപ്പോൾ 4-5 പേര് വലിയ നേതാക്കന്മാരായിട്ടുണ്ടാകും. സർക്കാർ പർ ഭി ഉസ്കി ദാഗ് ബൈഠ് ജാത്തി ഹേ, അതായത് സർക്കാർ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിൽ അവർക്ക് നല്ല ദാക്കായിരിക്കും, നിശ്ചന്ത നിയന്ത്രണ സ്വാധീനം ഉണ്ടായിരിക്കും. ലൗഡേ ലഫങ്കോങ്ക ഗോൾ ഭല ഹാക്കിമോമിഗി നിഗാഹിമേ ക്യാ ജാഞ്ചേഗ. ലൗഡേ ലഫങ്കോങ്ക ഗോൾ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ചെറിയ പിള്ളേർ, പോക്കിരി പിള്ളേരെല്ലാം തെമ്മാടി പിള്ളേർ എന്നൊക്കെ പറഞ്ഞല്ലോ, അവരുടെ കൂട്ടങ്ങൾ ഫലാ ഹാക്കിമോങ്കി നിഗാഹുമേ ക്യാ ജാഞ്ചേഗ, അതായത് അധികാരികൾക്ക് എന്ത് തോന്നാനാണ്, അവരുടെ നോട്ടത്തിൽ എന്ത് തോന്നാനാ ഇവരെ കണ്ടിട്ട്, മറ്റുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ എന്തുണ്ട്, സ്വാധീനമുണ്ട്. മൈക്കു ഹമാരാ ബഡാ ആദ്മി തോ വഹി ഹേ ജോ ലങ്കോട്ടി ബാന്ധേ നംഗേ പാവ് ഘൂംതാ ഹേ. ഹമാരാ ബഡാ ആദ്മി തോ, നമ്മളുടെ വലിയ മനുഷ്യൻ, വഹി ഹേ അവിടെയുണ്ട്, ജോ ലങ്കോട്ടി ബാന്ധേ, അതായത് ചെറിയ എന്താ തുണി ധരിച്ചുകൊണ്ട്, നംഗേ പാവ് ഘൂംതാ ഹേ ചെരുപ്പില്ലാതെ നടക്കുന്നു. ജോ ഹമാരി ദശ സുധാർനെ കെ ലിയേ, അദ്ദേഹം നമ്മളുടെ ഈ പ്രശ്നങ്ങൾ ശരിയാക്കുവാൻ വേണ്ടി അപ്പനി ജാൻ, തൻ്റെ സ്വന്തം ജീവിതം ഹതേലി പർ ലിയേ ഫിർത്താ ഹേ, കൈത്തണ്ടയിലാക്കിക്കൊണ്ട് നടക്കുക. സ്വന്തം ജീവിതം കൈത്തണ്ടയിലാക്കിക്കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്വന്തം ജീവിതം ബലിയർപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടക്കുകയാണ് നമ്മളുടെ ഗാന്ധിജി. വഹേ മഹാത്മാഗാന്ധി, അതാരാണ്? മഹാത്മാഗാന്ധിയാണ്. ഉസ്കെ ആകെ ഹമേ കിസി ബഡേ ആദ്മിക്ക് പർവാ നഹീം, അദ്ദേഹത്തിന്റെ മുന്നിൽ നമുക്ക് കിസി ബഡേ ആദ്മിക്ക് പർവാ നഹീം, വേറൊരു വലിയ ആളിനെ കുറിച്ചും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവർ പറഞ്ഞല്ലോ ഈ ജാഥയിൽ ആരാ വലിയ ആൾക്കാരെന്ന്. അപ്പോൾ നമ്മളുടെ മൈക്കു പറയുകയാണ്, നമ്മളുടെ നേതാവായിട്ട് മഹാത്മാഗാന്ധി ഉണ്ട്, അദ്ദേഹത്തിനെക്കാട്ടിലും വലിയൊരു നേതാവിനെ കുറിച്ച് ഇവിടെ ചിന്തിക്കേണ്ട കാര്യം ഇല്ല. കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടാൻ വേണ്ടി സ്വന്തം ജീവൻ വരെ ബലിയർപ്പിക്കുവാൻ ഒരുങ്ങി നിൽക്കുന്ന വ്യക്തിയാണ് ഗാന്ധിജി. നേപത്യമേം ജുലൂസ് കെ നാരെ പ്രഖർ ഹോനെ ലഗ്തേ ഹേ, അത് പറയുമ്പോഴത്തേക്കും അണിയറയിൽ ജാഥയുടെ മുദ്രാവാക്യങ്ങൾ ശക്തമാകുന്നു. ദീൻ ദയാൽജി പറയുന്നു, നയാ ദാരോഗ ബീർബൽ സിംഗ് ബഡ ജല്ലാദ് ഹേ മൈക്കു, പുതിയ ഇൻസ്പെക്ടറായ, ദാരോഗ എന്ന് പറയുന്ന ഇൻസ്പെക്ടർ, പുതിയ ഇൻസ്പെക്ടറായ ബീർബൽ സിംഗ് ബഡ ജല്ലാദ് ഹേ മൈക്കു, വളരെ ജല്ലാദ്, ക്രൂരനാണ്. ജുലൂസ് കെ ചൗരാസ്തേ പർ പഹുഞ്ചത്തെ ഹേ, അതായത് ഈ ജുലൂസ്, ചൗരാസ് എന്ന് പറഞ്ഞാൽ 4 കവല, 4 വഴികൾ ചേരുന്ന സ്ഥലം, ഒരു ജംഗ്ഷൻ, ആ ചൗരാസ്തയിൽ പഹുഞ്ചത്തെ എത്തുമ്പോൾ തന്നെ ഹണ്ടർ ലേക്കർ പിൽപടേക, ഹണ്ടർ എന്ന് പറഞ്ഞാൽ ചാട്ടവാർ കൊണ്ട് പിൽപടേക അടിച്ചു വീഴ്ത്തും.
फिर देखना ये स्वराजी कैसे दुम दबाकर भाग खड़े होंगे. പിന്നെ ഫിർ ദേഖന പിന്നെ കണ്ടോളൂ ഏ സ്വരാജ് ഈ സ്വരാജികളൊക്കെ കൈസെ എങ്ങനെയാണ് ദും ദബാക്കർ അതായത് വാലും മടക്കി ഭാഗ് കടേ ഹോകെ ഓടിപ്പോകുന്നത് എങ്ങനെയാണെന്ന് കണ്ടോ. അപ്പോൾ ദീൻദയാൽജി കളിയാക്കുകയാണ്. അതായത് നമ്മുടെ പുതിയ ഇൻസ്പെക്ടർ ബീർബൽ സിംഗ് വളരെ ക്രൂരനാണ്. നാൽക്കരവിലെ ചെല്ലുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ജംഗ്ഷനിൽ ചെല്ലുമ്പോഴത്തേക്കും ചാട്ടവാർ കൊണ്ട് അടിച്ച് ഓടിക്കത്തേ ഉള്ളൂ. അപ്പോഴറിയാം ഈ സ്വരാജികളൊക്കെ വാലും മടക്കി ഓടുന്നത് എങ്ങനെയാണെന്ന്. ഉദർ ദേഖ് മൈക്കു അങ്ങോട്ട് നോക്കേ മൈക്കു ദേഖ് നോക്കേ സിപാഹിയോനെ ജുലൂസിയോങ്കോ രോക്ക് ദിയാ ഹെ. സൈനികർ എന്ത് ചെയ്തിരിക്കുന്നു? സൈനികർ മീൻസ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ പോലീസുകാർ ജുലൂസിയോങ്കോ ഈ ജാഥ നയിക്കുന്നവരെ രോക്ക് ദിയാ ഹെ തടഞ്ഞിരിക്കുന്നു. ഒരു സംഗീതം കേൾപ്പിക്കുന്നു. അപ്പോൾ ഈ ഫസ്റ്റ് കോൺവെർസേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ശംഭുനാഥ് മൈക്യു ദീൻദയാൽ ഏ തീനവും ദുക്കാൻദാർ ഹെ. അപ്പോൾ ഇവർ 3 പേരും കച്ചവടക്കാരാണ്. മൈക്യു എന്താണ്? ജാഥ നയിക്കുന്നവരോട് അല്ലെങ്കിൽ ജുലൂസിനോട് അനുകൂലമുള്ള ആളാണ്. എന്നാൽ ദീൻദയാലും ശംഭുനാഥും ജാഥ നയിക്കുന്നതിനെ എതിർക്കുന്ന വ്യക്തികളാണ്. ജാഥ നയിച്ചിട്ടും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കാൻ പോകുന്നില്ല, വലിയ പ്രയോജനമൊന്നും ഇല്ല എന്ന് കരുതുന്ന വ്യക്തികളാണ് ശംഭുനാഥും ദീൻദയാലും. 2 പേരും ഇന്ത്യക്കാരാണ്, ഭാരതീയരാണ്. മൈക്യുവും ഭാരതീയനാണ്. പക്ഷെ മൈക്യുവിന് ജാഥ നയിക്കുന്നതിനോടും അല്ലെങ്കിൽ ഇതിനെതിരെ പോരാടുന്നതിനോടും അനുകൂലിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ ശംഭുനാഥും ദീൻദയാലും ഇതിനെതിരെ അനുകൂലിക്കാതെ നിൽക്കുകയാണ്. അതായത് ജാഥ നയിക്കുന്നതിനോട് താല്പര്യമില്ല. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഭാരതത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടക്കുമ്പോഴും നമ്മളുടെ ഭാരതീയരിൽ പലരിലും ഈ ഒരു സമരത്തിനോട് അനുകൂലമായിട്ട് വന്നില്ലായിരുന്നു. അവരുടെ മനസ്സ് സമരത്തിന് അനുകൂലമായിട്ട് വന്നില്ല. അപ്പോൾ പല മഹാത്മാക്കളും അല്ലെങ്കിൽ പല നേതാക്കന്മാരും മഹാത്മജിയെ പോലുള്ള ഒരുപാട് ആൾക്കാരുടെ പ്രയത്നഫലമായിട്ടാണ് ഇന്ത്യയിലെ എല്ലാവരുടെയും മനസ്സിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു സമരം നയിച്ചുകൊണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടണമെന്ന ആ ഒരു ശക്തി, ആ ഒരു മനസാന്നിധ്യം കൊണ്ടുവന്നത്. അപ്പോൾ ആ ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് ഈ ജാഥ ലാസ്റ്റ് സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയും. നെക്സ്റ്റ് ദൃശ്യാന്തർ, അതായത് അടുത്ത ദൃശ്യത്തിന് ഇടവേളയുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് സിപാഹിയോം കെ സാത്ത് ഘോഡെ പർ സവാർ ദാരോഗ ബീർബൽ സ്വരാജ്യോം പർ ഗർജതാ ഹെ. സിപാഹിയോം കെ സാത്ത് അതായത് സൈനികരോടൊത്ത്, ഘോഡെ പർ സവാർ ദാരോഗ ബീർബൽ അതായത് കുതിരപ്പുറത്ത് വന്ന ഇൻസ്പെക്ടറായ ബീർബൽ സ്വരാജ്യോം പർ ഗർജതാ ഹെ സ്വരാജികളോട് അലറുന്നു. ബീർബൽ സിംഗ് പറയാണ്, ദാരോഗ ബീർബൽ സിംഗ് പറയാണ്. ഓർക്കുക, അടുത്ത കഥാപാത്രമാണ് ബീർബൽ സിംഗ്, ഇൻസ്പെക്ടറാണ്. രുക് ജാവോ, നിൽക്കൂ, തും ലോഗോങ്കോ ആകെ ജാനെ കാ ഹുക്കും നഹി ഹെ. നിങ്ങൾക്കിനി മുന്നോട്ട് പോകാനുള്ള ഹുക്കും നഹി ഹെ, അനുവാദമില്ല. ജുലൂസ് മേ ദബി ജുബാൻ സെ കുസുർ ഫുസുർ. ജുലൂസിൽ ദബി ജുബാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പതിഞ്ഞ ശബ്ദത്തിൽ രഹസ്യം പറയുന്ന രീതിയിൽ, കുസുർ ഫുസുർ അടക്കം പറച്ചിൽ, അടക്കിയ സ്വരത്തിൽ ഇങ്ങനെ പതുക്കെ പറയുന്നു. ഏ നയാ ദാരോഗ ഹെ, ഇത് പുതിയ ഇൻസ്പെക്ടറാണ്. ഹാ ബായി, ഇസിക നാം ക്യാ ഹെ? ബീർബൽ സിംഗ് ഹെ. ഇസിക നാം ക്യാ ഹെ? ബീർബൽ സിംഗ് ഹെ. ബീർബൽ സിംഗ് എന്നാണ്. സുനാ ഹെ ബെഡാ ജല്ലാദ് ഹെ, കേട്ടിട്ടുണ്ട് ഇദ്ദേഹം വലിയ ക്രൂരനാണെന്ന്. ശാന്ത് ഭയ്യോ ശാന്ത്, സമാധാനിക്കൂ സഹോദരന്മാരെ. സുനോ ഇബ്രാഹിം അലി ദാരോഗ സെ ക്യാ കഹ് രഹേ ഹെ. കേക്ക് ഇബ്രാഹിം അലി ദാരോഗയോട് എന്താ പറയുന്നതെന്ന് ശ്രദ്ധിക്കുക. और एक पात्र है ഇബ്രാഹിം അലി, ഇസ് ജുലൂസ് കി നേതാ ഹെ ഇബ്രാഹിം അലി. മറ്റൊരു കഥാപാത്രമാണ് ഇബ്രാഹിം അലി, ഈ ജുലൂസിന്റെ നേതാവാണ് ഇബ്രാഹിം അലി. ഊഞ്ചേ സ്വരമേ, ഉയർന്ന സ്വരത്തിൽ ഇബ്രാഹിം അലി പറയുകയാണ്, ഇൻസ്പെക്ടറോട് പറയുകയാണ്, ദാരോഗ സാഹബ്, അല്ലയോ ഇൻസ്പെക്ടർ സാർ, മൈ ആപ്കോ ഇത്മീനാൻ ദിലാത്താഹും, ഞാൻ താങ്കളോട് വാക്ക് നൽകുന്നു, താങ്കൾക്ക് വാക്ക് നൽകുന്നു. എന്താ വാക്ക് നൽകുന്നത്? കീ, ലെഫ്റ്റ് സൈഡ് വഴിയുള്ള കീ ഇട്ടു, കീ, അതായത് എന്ത് വാക്കാണ് ഞാൻ തരുന്നത്, അല്ലെങ്കിൽ എന്താണ് പറയുന്നത് എന്നുള്ളത് നെക്സ്റ്റ് സെന്റൻസിലാണ് പറയുന്നത്. മൈ ആപ്കോ ഇത്മീനാൻ ദിലാത്താഹും കി, ഞാൻ താങ്കൾക്ക് വാക്ക് തരുന്നു, കിസി കിസ്മ കാ ദംഗ ഫസാദ് ന ഹോഗ. കിസി കിസ്മ കാ, ഒരു തരത്തിലുമുള്ള ദംഗ ഫസാദ് ന ഹോഗ, അടിപിടികളും ഉണ്ടാക്കില്ല, ഞങ്ങൾ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കില്ല.
ഹം ദുക്കാനെ ലൂട്ടനെ യാ മോട്ടറേൻ തോടനെ നഹി നികലേ ഹേ. ഞങ്ങൾ ദുക്കാനെ ലൂട്ടനെ കടകള് മോഷ്ടിക്കുവാനോ യാ മോട്ടറേൻ തോടിനെ വാഹനങ്ങള് തല്ലിപ്പൊളിക്കുവാനോ നഹി നികലേഹേ പുറപ്പെട്ടതല്ല. മക്സദ് ഇസ്സേ കഹി ഊഞ്ചാ ഹേ. ഞങ്ങളുടെ ഉദ്ദേശം, ഞങ്ങളുടെ ലക്ഷ്യം, ഹമാര മക്സദ് ഇസ്സേ കഹി ഊഞ്ചാ ഹേ, ഇതിനെക്കാട്ടിലൊക്കെ ഉയർന്നതാണ്. ബീർബൽ സിംഗ്, ഇബ്രാഹിം സാഹബ്, അല്ലയോ ഇബ്രാഹിം സാഹബ്, മുझे ഹുക്കും ഹേ കി ജുലൂസ് എഹാം സെ ആകെ ന ജാനെ പായേ. അതായത്, അല്ലയോ ഇബ്രാഹിം സാഹിബേ, എനിക്ക് ആജ്ഞാപിക്കാനുള്ളത് ഇതാണ്, ജുലൂസ് എഹാം സെ ആകെ ന ജാനെ പായേ, ഈ ജാഥ ഇവിടെ നിന്ന് മുന്നോട്ടിനി പോകാൻ പറ്റില്ല. ഇബ്രാഹിം അലി പറഞ്ഞു, ആ പപ്പിനെ അഫ്സരോം സെ സറാ പൂഷ്നല്ലേ, നിങ്ങൾ നിങ്ങളുടെ ഓഫീസറിനോടൊക്കെ ഒന്ന് ചോദിക്കാം, നിങ്ങളുടെ ഉയർന്ന ഓഫീസർമാരോടൊക്കെ ഒന്ന് ചോദിക്കാം. ബീർബൽ സിംഗ്, മൈ മിസ്കി കോയി ജറൂറത്ത് നഹീം സമസ്ത. എനിക്കിതിൻ്റെ ആവശ്യമൊന്നുമില്ല, മനസ്സിലായോ? ഇബ്രാഹിം അലി, തോ ഹം ലോഗ് യഹീം ബൈഠത്തെ ഹൈം. അങ്ങനെയാണെങ്കിൽ ഞങ്ങള് ഇവിടെ തന്നെ ഇരിക്കത്തതേ ഉള്ളൂ. ജബ് ആപ് ലോഗ് ചലേ ജായെങ്കെ തോ ഹം നികൽ ജായെങ്കെ. നിങ്ങൾ എപ്പോഴാണോ ഇവിടെ നിന്ന് പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടും. ബീർബൽ സിംഗ്, യഹാ ഖടേ ഹോനെ കാ ഭി ഹുക്കും നഹി ഹേ. ഇവിടെ നിൽക്കാനുള്ള അനുവാദം നിങ്ങൾക്കില്ല. ആപ് ലോഗോങ്കോ വാപ്പസ് ജാന പടേഗ. നിങ്ങൾ ആളുകൾ ഇവിടെ നിന്നും തിരികെ പോകേണ്ടി വരും. ഇബ്രാഹിം അലി ഗംഭീരദാസെ, വളരെ ഗംഭീരതയോടുകൂടി, വാപ്പസ് തോ ഹം ന ജായെങ്കെ, ഞങ്ങൾ മടങ്ങിപ്പോകില്ല. ആപ്കോ യാ കിസിക്കോ ഹമേ രോക്കനെ കാ കോയി ഹക്ക് നഹീ ഹേ. താങ്കൾക്കോ കിസിക്കോ ആർക്കും തന്നെ ഹമേ ഞങ്ങളെ രോക്കനേക്കാ തടയുവാനുള്ള കോയി ഹക്ക് നഹി ഹേ, ഒരു അവകാശവുമില്ല. ആപ് അപ്പനെ സവാരോം, നിങ്ങൾ നിങ്ങളുടെ സവാരോം സംഗീനവും അവർ ബന്ധുക്കോം കെ. സവാരോം സംഗീനം, അതായത് നിങ്ങളുടെ സൈനികരോടും, സംഗീനം എന്ന് പറഞ്ഞാൽ നമ്മളെ തോക്കിന്റെ അറ്റത്തുള്ള ആയുധത്തിനെയാണ് സംഗീനം എന്ന് പറയുന്നത്, അതായത് ബയണറ്റ് എന്നൊക്കെ പറയും. അവർ ബന്ധുക്കും തോക്കും കൊണ്ട് സോർ സേ ഹമേ രോക്കന ചാഹത്തെ ഹേ, വളരെ ശക്തമായിട്ട് ഞങ്ങളെ തടയുവാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. രോക്കലീജിയെ തടഞ്ഞാലും മഗർ, എന്നാൽ ആപ് ഹമേ ലൗഡ നഹി സക്തെ, ഞങ്ങളെ മടക്കി വിടാൻ നിങ്ങൾക്ക് സാധിക്കില്ല. നിങ്ങൾ തോക്കും ആയുധങ്ങളും ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾ ഞങ്ങളെ തടയുവാൻ ആഗ്രഹിക്കുന്നു, അത് നമുക്കറിയാം, നിങ്ങൾ തടഞ്ഞോളൂ, പക്ഷെ ഞങ്ങള് മടങ്ങിപ്പോകാൻ തയ്യാറല്ല. ബീർബൽ സിംഗ്, തൈഷ്മേ ക്രുദ്ധ് സേ, അതായത് തൈഷ്മി എന്ന് പറഞ്ഞാൽ ദേഷ്യത്തോടെ, ഹമാരാ ഹുക്കും ക്യാ ആപ്കോ സുനായി നഹീം പടാ. ഞങ്ങളുടെ ആജ്ഞ എന്താ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നില്ലേ, കേൾക്കാൻ കഴിയുന്നില്ലയോ, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലയോ? ഇബ്രാഹിം അലി, നജാനെ വഹദിൻ കബായേഗ, അറിയില്ല വഹദിൻ കബായേഗ, ആ ദിവസം എന്ന് വരുമെന്ന്. ഏത് ദിവസമാ? ജബ് ഹമാരെ ഭായി ബന്ദ്, എപ്പോഴാണോ ഞങ്ങളുടെ സഹോദരന്മാർ ഏസേ ഹുക്കുമോങ്കി, ഈ ആജ്ഞകളെ താമീൽ കർണേസെ, അനുസരിക്കുന്നതിൽ നിന്നും സാഫ് ഇൻകാ കർദേങ്കി, തീർച്ചയായിട്ടും നിരസിക്കുന്നത്. അർത്ഥം ഇതാണ്, ഞങ്ങളുടെ സഹോദരന്മാർ നിങ്ങളുടെ ആജ്ഞകളെ അനുസരിക്കാതിരിക്കുന്ന ദിവസം എന്ന് വരുമെന്ന് പറയാൻ പറ്റില്ല, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെച്ചോ. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ജിൻകി മംശ മഹസ് കൗം കോ ഗുലാമി കി ജഞ്ചീരോ മേ ജകടേ രഖനാ ഹേ. അതായത് മംശ എന്ന് പറഞ്ഞത് ആഗ്രഹം, മഹസ് കേവലം, കൗമ് രാഷ്ട്രം, ഗുലാമി അടിമത്തം, ജഞ്ചീരോ എന്ന് പറഞ്ഞാൽ ചങ്ങല, ജകടേ രഖനാ ഹേ എന്ന് പറഞ്ഞാൽ വലിച്ചു മുറുക്കുക. അതായത് അർത്ഥം ഇതാണ്, ജിൻകി മംശ മഹസ് കൗം കി ഗുലാമി കി ജഞ്ചീരോ മേ ജകടേ രഖനാ ഹേ. ആരുടെ ഉദ്ദേശമാണോ ഞങ്ങളുടെ സമൂഹത്തെ അടിമത്വത്തിന്റെ ചങ്ങലയിൽ നിർത്താമെന്നുള്ളത്, അവർക്കെതിരായിട്ടല്ല, അവരുടെ ആജ്ഞകളെ അനുസരിക്കാതിരിക്കുന്ന ഒരു സമയം എപ്പോഴാ വരുന്നതെന്ന് പറയാൻ പറ്റില്ല. മനസ്സിലായോ? ഞങ്ങളുടെ സമൂഹത്തെ, ഞങ്ങളുടെ രാജ്യത്തെ അടിമത്വത്തിന്റെ ചങ്ങലയാൽ നിർത്തുന്ന ആൾക്കാരുടെ ആജ്ഞകൾ എപ്പോഴാണോ ഞങ്ങളുടെ സഹോദരന്മാർ ഇന്ത്യക്കാർ അനുസരിക്കാതെ വരുന്നത് എന്നത് ഏത് ദിവസം വരുമെന്ന് പറയാൻ പറ്റില്ല. എന്ന് വേണമെങ്കിലും നിങ്ങളെ അനുസരിക്കാതിരിക്കാം. ബീർബൽ സിംഗ് പറയുകയാണ്, വിനമ്ര ഹോക്ക, കുറച്ച് വിനയത്തോടു കൂടി. DSP സാഹബ് ആ രഹേ ഹേ ഇബ്രാഹിം സാഹബ്, ഉസേ പഹലെ ആപ് ലോഗ് വാപ്പസ് ലൗട്ട് ജായും. DSP സാഹബ് വരുന്നുണ്ട് ഇബ്രാഹിം സാഹബ്, അതിന് മുന്നേ തന്നെ നിങ്ങൾ ഇവിടെ നിന്ന് മടങ്ങിപ്പോയിക്കോളൂ.
സ്വരാജി സമവേത സ്വരമേ, സ്വരാജികളെല്ലാം ഒരുമിച്ച് ഒരുപോലെ ഹം നഹീം ജായെങ്കെ ഞങ്ങള് പോകില്ല. ബിബർ സിംഗ് പറയുന്നു, ഫിർ സേ സോച്ച് ലേ, ഒന്നുകൂടി ചിന്തിക്കൂ, ബഹുത്ത് നുക്സാൻ ഉഠാന പടേഗ, ഒരുപാട് നഷ്ടമുണ്ടാകും. സ്വരാജി സമവേത സ്വരമേ, വീണ്ടും സ്വരാജികൾ ഒരുമിച്ച് ഹമേ കോയി മലാൽ നഹീം, ഞങ്ങൾക്ക് ഒരു ദുഃഖവുമില്ല, മലാൽ നഹീം കോയി ദുഃഖ നഹീം, ഭാരത് മാതാ കി ജയ്, ജയ് ഭാരത് എന്ന് പറയുന്നു ബിബർ സിംഗ്. ആദേശാത്മക സ്വരമേയും, അതായത് എന്താ, നിർദ്ദേശിക്കുന്നു, സൈനികരോട് ആജ്ഞാപിക്കുന്നു. സിപാഹിയോ ലാഠി ചാർജ് കരോ, അല്ലയോ സൈനികരെ വടികൊണ്ട് ലാഠി ചാർജ് കരോ, അതായത് ലാത്തി ചാർജ് നടത്തൂ. ലാഠി ചാർജ് കി ധ്വനി, ലാത്തി ചാർജ് നടത്തുന്ന ശബ്ദം. ഘോടോം കി ടാപ്പോം और हिन हिनाने की आवासों के बीच स्वराजियों के घायल होने का ആർത്ത സ്വര. ഘോടോം കി ടാപ്പോം, കുതിരകളുടെ കാലടി ശബ്ദം, കുളമ്പടി ശബ്ദം. അവർ ഹിൻ ഹിനാനേക്ക്, ഹിൻ ഹിനാന എന്ന് പറഞ്ഞാൽ കുതിരയുടെ സ്വരം, അതിന്റെ ആവാസോം കെ ബീച്ച്, ഇതിന്റെയൊക്കെ ശബ്ദത്തിനിടയിൽ സ്വരാജിയോം കെ, സ്വരാജികളുടെ ഘായൽ ഹോനേക്ക്, ഘായൽ ഹോന മുറിവ് പറ്റുക, മുറിവ് പറ്റുന്നതിന്റെ ആർത്ത സ്വര്, ദയനീയ സ്വരം, അവർക്ക് മുറിവ് പറ്റുമ്പോൾ ഉണ്ടാവുന്ന സ്വരമൊക്കെ കേൾക്കുന്നു. ബീർബൽ സിംഗ് ചേതാവനി ഭരേ സ്വരമേം, അതായത് മുന്നറിയിപ്പ് അല്ലെങ്കിൽ താക്കീത് നിറഞ്ഞ ഒരു ശബ്ദത്തിൽ, സ്വരത്തിൽ പറയുക, അഭീബി വക്ത് ഹേ, ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട്. ഇബ്രാഹിം അലി സാഹബ് അബ് മേരെ സാമനെ സെ ഹട്ട് ജായേം, എൻ്റെ മുന്നിൽ നിങ്ങൾ പൊക്കോളൂ. ഇബ്രാഹിം അലി പറയുന്നു, ചുനൗത്തി ഭരേ സ്വരമേം, വെല്ലുവിളിയുടെ സ്വരത്തില്, വെല്ലുവിളിയുടെ സ്വരത്തിൽ പറയുക, ആ ബട്ടൺ ചലായേ ദാരോഗാജി, നിങ്ങൾ ലാത്തി വീശിയാലും ദാരോഗാജി എന്ന് ആര് പറയുന്നു? ഇബ്രാഹിം അലി പറയുന്നു. സിർ പർ ബട്ടൻ സെ വാർ ഹോത്തേ ഹി, തലയില് ബട്ടൻ സെ, ലാത്തി കൊണ്ടുള്ള വാർ ഹോത്തേ ഹി, അടി കിട്ടുമ്പോൾ തന്നെ ഇബ്രാഹിം അലിക്ക് കാരുണിക ആഹ് നികൽത്തി ഹേ, ഇബ്രാഹിം അലിയുടെ കരുണ നിറഞ്ഞ ശബ്ദം കേൾക്കുന്നു. അവർ അകലേഹി പൽ, അടുത്ത നിമിഷം തന്നെ ഉൻകാ സിർ, അദ്ദേഹത്തിന്റെ തല, ഘോടേക്ക് ടാപ്പോങ്കെ നീച്ചെ ആക്കാർ, കുതിരയുടെ കുളമ്പിന്റെ അടിയിൽപ്പെട്ട് ഫട്ട് ജാത്ത ഹെ, പൊട്ടുന്നു. സ്വാധീനത സേനാനി അധീരുഹോ ആത്തെ ഹൈം, സ്വാതന്ത്ര്യ സേനാനിമാർ എന്ത് ചെയ്യുന്നു? ധൈര്യമില്ലാത്തവരായി മാറുന്നു. സ്വരാജി ഏക്ക്, ഒരാൾ പറയാണ്, ഒരു സ്വരാജി പറയുവാണ്, ഖബറായ സ്വരമേം, പരിഭ്രമത്തോടുകൂടി പറയുന്നു, അരെ ദേക്കോ ദേക്കോ ദാരോഗാനെ അപ്ന ഘോട ഇബ്രാഹിം സാഹബ് കെ ഊപ്പർ ചടാ ദിയ, അതായത് ഇൻസ്പെക്ടർ ആയ ദാരോഗ അല്ലെങ്കിൽ ഇൻസ്പെക്ടർ അപ്ന ഘോട, തൻ്റെ കുതിര ഇബ്രാഹിം സാഹബ് കെ ഊപ്പർ ചടാ ദിയ, ഇബ്രാഹിം സാഹബിന്റെ മുകളിലേക്ക് കയറ്റി. ഉൻകാ സിർ ഫട്ട് ഗയ, അദ്ദേഹത്തിന്റെ തല പൊട്ടി. സ്വരാജി ദോ, രണ്ടാമത്തെ സ്വരാജി പറയുന്നു, സിർ സെ ഖൂൻ നികൽ രഹാ ഹെ, തലയിൽ നിന്നും രക്തം വരുന്നുണ്ട്. ജല്ലാദ് ദാരോഗ, ദയയില്ലാത്ത ദാരോഗ, അംഗ്രേസോങ്ക പിട്ടു ഹേതു, ഇംഗ്ലീഷുകാരുടെ കാല് നിൽക്കുന്നവനാണോ നീ? സ്വരാജി തീൻ പറയുന്നു, ഹം കിരായക്ക് ടട്ടു നഹി ഹെ, ഞങ്ങൾ എന്തല്ല, കിരായക്ക് ടട്ടു നഹി ഹെ, വാടകയ്ക്ക് എടുത്ത കുതിരകളൊന്നും അല്ല. ജോ തേരി നിർദ്ദയദാസേ ഡർക്കർ പലട്ലേം, അതായത് നിന്റെ ദയയില്ലായ്മ കണ്ട് പേടിച്ച് മടങ്ങിപ്പോകാൻ ഞങ്ങൾ വാടകയ്ക്കെടുത്ത കുതിരയൊന്നുമല്ല. സ്വാധീനതാക്കെ സച്ചേ സേവകഹൈം, സ്വാതന്ത്ര്യത്തിന്റെ യഥാർത്ഥ സേവകരാണ്. അപ്പനി ജാൻ ദേ ദേങ്കെ മഗർ ഭാരത് മാം കെ ഹാത്തോമേം ബേഡിയാം നഹീം ബർദസ്ത് കരേങ്കെ, അപ്പനി ജാൻ ദേ ദേങ്കെ, അപ്പനി ജാൻ ദേ ദേങ്കെ, ഞങ്ങളുടെ ജീവൻ തിരിച്ചു തരൂ. മഗർ ഭാരത് മാം കെ ഹാത്തോമേം ബേഡിയ നഹീം ബർദസ്ത് കരേങ്കെ, സോറി, അപ്പനി ജാൻ ദേ ദേങ്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവൻ എടുത്തുകൊള്ളൂ. മഗർ എന്നാൽ ഭാരത് മാം കെ ഹാത്തോമേം, അതായത് ഭാരതമാതാവിന്റെ കൈകളില് ബേഡിയ നഹീം ബർദാസ്ത് കരേങ്കെ, കൈവിലങ്ങ് ഇടാൻ ഞങ്ങൾ സഹിക്കില്ല, ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങളുടെ ജീവൻ വേണം എടുത്തോളൂ, പക്ഷേ ഇന്ത്യയിൽ കൈവിലങ്ങ്, അടിമത്തത്തിന്റെ കൈവിലങ്ങ് ഇടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഭാരത് മാതാ കി ജയ് എന്ന് പറയുന്നു. സഭി സ്വരാജി ദുഹരാത്തെ ഹൈം, എല്ലാ സ്വരാജികളും ഇത് ആവർത്തിച്ച് പറയുന്നു. സാത്ത് ഹി ചാരോ ഓർ ചീക്ക് പുകാർ കെ ആർത്ത സ്വര ഗൂജ്തേ ഹേ, സാത്ത് ഹി അതിനോടൊപ്പം തന്നെ ചാരോ ഓർ നാലുപാടും ചീക്ക് പുകാർ കെ ആർത്ത സ്വര ഗൂജ്തേ ഹേ, അതായത് ചീക്ക് പുകാർ എന്ന് പറഞ്ഞാൽ നമ്മൾ വേദന കൊണ്ട് മുറിവേറ്റിയതിൻ്റെ ഒക്കെ ശബ്ദങ്ങൾ എല്ലായിടത്തും വ്യാപിക്കുന്നു. സംഗീത് ആസാദി കെ കിസി ഗീത് കി ധുൻ, ആ സമയത്ത് സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഏതോ ഒരു പാട്ട് കേൾപ്പിക്കുന്നു.
അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് ഉദ്ദേശിച്ചത്. ബാക്കി അടുത്ത ക്ലാസ്സിലായിരിക്കും പഠിക്കുക. അപ്പോൾ ഇത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ജാഥ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നേടുവാൻ വേണ്ടി നടത്തുന്ന ജാഥയുമായി ബന്ധപ്പെട്ടൊരു പാഠമാണ്. അപ്പോൾ ഇതിലൂടെ നമുക്ക് ഇന്ത്യക്കാർ എത്രത്തോളം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചാണ് സ്വാതന്ത്ര്യം നേടിത്തന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദേശഭക്തി നിറഞ്ഞ ഒരു കഥയാണ് ഈ നാടകം ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നതായിരിക്കും. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കുക നന്നായിട്ട്. ഓക്കെ, പുസ്തകം നന്നായിട്ട് വായിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശരി, അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്താൽ ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടും. ओके, अगली कक्षा में फिर मिलेंगे। अलविदा।